ഹരി ഓം. ശ്രീമന്നാരായണീയം. 77-ാം ദശകം. ഉപശ്ലോക ഉത്പത്തിയും ജരാസന്ധ യുദ്ധവും രണ്ടും. ആ കുബ്ജയോടുള്ള വാക്ക് പാലിക്കാൻ ഭഗവാൻ കുബ്ജയുടെ ഗൃഹത്തിൽ ചെല്ലുന്നതും അവിടെ ഉപശ്ലോകൻ എന്ന പുത്രനുണ്ടാകുന്നതുമായിട്ടൊരു കാര്യം ഭട്ടതിരി പറയുന്നുണ്ട്. ഭാഗവതം അത് പറയുന്നില്ല. ആ കാര്യം ഭാഗവതത്തിലില്ല. ജരാസന്ധ യുദ്ധം ഉണ്ട്. അത് രണ്ടും കൂടി ഈ അധ്യായത്തിൽ ഒതുക്കിയിരിക്കുന്നു. സൈരന്ധ്ര്യാതനുചിരം സ്മരാതുരായ യാദോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ. പ്രഹർഷിണി വൃത്തമാണ്. സൈരന്ധ്ര്യാസ്തനുചിരം സ്മരാതുരായ യാദോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിന വാസസജ്ജികായ. പല വൃത്തങ്ങളും മാറി വരുന്ന ഒരു അധ്യായമാണിത്. ഇതിനകത്ത് ഇനിയത്തേത് ദ്രുത വിളംബിതം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദ സംഭ്രമ കംപ്രപയോധരാം വിവിധമാനനം ആദധതി മുദ വിവിധമാനനം ആദധതി മുദ രഹസിതാം രമയാഞ്ചകൃഷേ സുഖം. വിവിധമാനനം വിവിധമാനനം മുദ ആദധീം. വിവിധമാനനം ആദധീം അങ്ങനെ ഒന്നിച്ച് വന്നിരിക്കുന്നത്. വിവിധമാനനം ആദധീം മുദ രഹസിതാ രമയാഞ്ചകൃഷേ സുഖം. രണ്ടാമത്തെ ലൈനൊന്ന് ശ്രദ്ധിക്കുക. പ്രമദ സംഭ്രമ കംപ്രപയോധര. അത്രയും അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയത്തേത് വസന്ത തിലകമാണ്. വൃത്തം. പൃഷ്ടാവരം പുനരസാവൃണോദ്വരാഗി. അവൃണോത് വാക്ക് കിട്ടിയല്ലോ. അവൃണോദ്വരാഗി. പൃഷ്ടാവരം പുനരസൗ അവൃണോദ്വരാഗി. വരാഗി എന്ന വരം. ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യം അസ്ത്വിതി വദേദ്ബുധയേവ കാമം സാമീപ്യമസ്തു അനിശം ഇത്യപി നാബ്രവീത് കിം. ലാസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്. സാമീപ്യം അസ്തു അനിശം ഇതി അപി. ഒന്നിച്ച് സാമീപ്യമസ്തു അനിശം ഇത്യപി നാബ്രവീത് കിം. പിരിച്ചെഴുതി പറഞ്ഞ ശേഷം വായിക്കാൻ തുടങ്ങിയാൽ നന്നായിട്ട് വായിക്കാൻ പറ്റും. സാമീപ്യമസ്തു അനിശം ഇത്യപി നാബ്രവീത് കിം. ഒന്നുകൂടെ വായിക്കാം മൊത്തം. പൃഷ്ടാവരം പുനരസൗ അവൃണോദ്വരാഗി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യം അസ്ത്വിതി വദേത് ബുധയേവ കാമം സാമീപ്യമസ്തു അനിശം ഇത്യപി നാബ്രവീത് കിം. അടുത്തത് വംശസ്ഥം എന്ന വൃത്തമാണ്. തദോ ഭവാൻ ദേവ നിശാസു കാസുചിത്. പിന്നെ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാദ ഉപശ്ലോക ഇതി ശ്രുതം സുതം സനാരദ സാത്വത തന്ത്രവത് വിബഭൗ. അതാത് ഉപശ്ലോകൻ എന്ന പുത്രൻ ഭഗവാനുണ്ടായി. ആര്? കുബ്ജ എന്ന സുന്ദരി എന്ന് വിളിച്ച് കൂന് നിവർത്തിയ കുബ്ജയില്ലേ, ആ കുബ്ജയുടെ മകനായിട്ട് ഭഗവാന് ആദ്യമുണ്ടാകുന്ന കുട്ടിയാണ് ഉപശ്ലോകൻ. അത് ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ അതിനെപ്പറ്റി പരാമർശമില്ല. തദോ ഭവാൻ ദേവ നിശാസു കാസുചിത് മൃഗീദൃശം താം നിഭൃതം വിനോദയൻ
അതാതുപശ്ലോക ഇതി ശ്രുതം സുതം സനാരദ സാത്വതന്ത്രവിദ്ബഭൗ. വസന്തതിലകമാണ് ഈ വൃത്തം. അക്രൂരമന്ദിരമിതോധ ബലോദ്ധവാഭ്യാം, ആഭ്യാം എന്നാക്കാം. പിന്നെ അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത കൊമ പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അക്രൂരമന്ദിരമിതോധ ബലോദ്ധവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. ശിഖരണി വൃത്തമാണ്. വിഘാതാചാമാതു പരമസുഹൃദോ ഭോജനൃപതേർ ജരാസന്ധേരുന്ധതി അനവധി രുഷാന്ധേധമധുരാം രഥാദ്യൈർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുത. ത്രയോ പിന്നെ മതി. ത്രയോവിംശത്യക്ഷൗഹിണിതദുപനീതം സമഹൃദാഃ. വായിക്കുന്നതിൻ്റെ ഇതേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് പിരിക്കാനൊന്നുമില്ല. വിഘാതാജാമാതു പരമസുഹൃദോ ഭോജനൃപതേർ ജരാസന്ധേരുന്ധത്യനവധിരുഷാന്ധേധമധുരാം രഥാദ്യൈർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുത. ത്രയോവിംശത്യക്ഷൗഹിണി തദുപനീതം സമഹൃദ. ത്രയോവിംശതി അക്ഷൗഹിണി എന്ന വാക്ക്. ഇങ്ങനത്തേതും വസന്തതിലകം തന്നെയാണ്. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമ രസേന മുമോചിധൈനം. ബലോദ്യമ കഴിഞ്ഞിട്ട് കോമായിട്ടണം, അല്ലെങ്കിൽ ബലോദ്യമര സേന എന്ന് വായിക്കും. അങ്ങനെയല്ല, രസേന എന്നാണ് വാക്ക്. അപ്പം ബലോദ്യമ കഴിഞ്ഞിട്ട് ഒരു കോമ നിർബന്ധമായിട്ടും ഇടണം. ബദ്ധം ബലാദധ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമ രസേന മുമോചിധൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തദാനീം. ഭഗ്നസലഗ്നഹൃദയോപി നൃപൈ പ്രണുന്യോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വയേവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധവിഷ്ണോ സംഭൂയ സൈക നവത്രിശതം തദാനീം. സംഭൂയ സൈക നവതി സൈക നവതി ത്രിശതം തദാനീം. അസ്യ സംഭൂയ സൈക നവതി ത്രിശതം. ഒരു കണക്കാണ്, ഒരു എണ്ണം. അത് ത്രിശതം 300, സൈക നവതി 391 കേട്ടോ. സ ഏക നവതി ഏക നവതി എന്ന് പറഞ്ഞാൽ 91. ത്രിശതം എന്ന് പറഞ്ഞാൽ 300, 300ഉം 91. അതാണ് സ ഏക നവതി ത്രിശതം. അതൊരു കണക്കാണ്. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധ യവനം യവനത്രികൂട്യാ ത്വഷ്ട്രാ വിധാപ്യ പുരമാശുപയോധി മധ്യേ തത്രാധയോഗബലത സ്വജനാൻ അനൈഷീഹി. അത്രയേ ഉള്ളൂ. പിന്നത്തേത് ശ്രദ്ധര വൃത്തത്തിലുള്ളതാണ്. ശ്രദ്ധര. പദ്ഭ്യാം ത്വം പദ്മമാലി
ചകിതൈവ പുരാൻ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധസുഹൃത വിഹീനേന ശൈലേന്യലൈഷീः സുപ്തേനാഘ്രാഹതേന ദ്രുതമഥ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തസുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. ഇനിയത്തതും ശ്രദ്ധരാവൃത്തം തന്നെ. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ. ഒന്നുകൂടെ വായിക്കാം. ഐക്ഷ്വാകോഹം, ഐക്ഷ്വാക അഹം, ഐക്ഷ്വാക അഹം, ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈക്യകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷുതം. വരവിതതിഷുതം വരെ ഒന്നിച്ച് വായിക്കാം. പിന്നെ നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യാം ച ഭക്തിം ധുതസകലമണാം സകലമലാം ധുതസകലമലാം മലാം എന്നാണ്, കമലാമല്ല, സകല മലാം, എല്ലാ മാലിന്യങ്ങളെയും എന്നുള്ള അർത്ഥത്തിൽ. മോക്ഷമപ്യാശുദ്ധത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥ ലോകപ്രതീത്यै. പ്രാർത്ഥ എന്നാണ്, പ്രാർത്ഥ. ആ വാക്ക് പ്രാർത്ഥ അല്ല, പ്രാർത്ഥ എന്നേ ഉള്ളൂ. പ്രാർത്ഥ കിട്ടിയില്ലേ എല്ലാ അക്ഷരങ്ങളും. ത്വത്പ്രസാദ ഐക്യകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷുതം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യാം ച ഭക്തിം ധുതസകലമലാം മോക്ഷമപ്യാശുദ്ധത്വ. ഇനി ഹരിണി വൃത്തത്തിലുള്ളതാണ് അടുത്ത തീരുന്നത്. എന്നിട്ട് 3-4 വൃത്തം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കി അത് നന്നായി പഠിച്ചതിന് ശേഷമേ വായിക്കാവുള്ളൂ. തദനു മധുരാംഗത്വാ ഹത്വാ ച മോം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈപുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.